കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ചോദിച്ചത്? ആയിക്കോട്ടെ. അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. ഈശ്വര, ഞാനിനി എവിടെ പോയി ഒളിക്കുന്നു? ഇവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല. നീ ഇങ്ങനെ എന്നെ തട്ടിക്കളഞ്ഞിട്ട് പുളിങ്കൊമ്പി പിടിച്ച് ഒറ്റപ്പെട്ട വിഷമത്തി ബാറിപ്പോയി കുടിച്ച് ഒന്നാം പെഗ്ഗുവായിട്ടൊന്ന് ഞെരിച്ച് രണ്ടാമത്തെ പെഗ്ഗിനായി മനമങ്ങ് കുടിച്ച് ഒന്നാമത്തെ പെഗൊഴിച്ച് നമ്പർ ഞാൻ കറക്കിയിട്ട് അടിച്ചിട്ട് നിന്റെ അച്ഛനെ കെട്ടോളൂ പന്നി. ചതിച്ചടയെന്ന് എന്റെ 10 കൊല്ലം പോയടാ പൊന്നെ. ചതിച്ചടയെന്ന് കുടുക്കെ പൊട്ടിക്കൊണ്ടെന്നെ തേച്ചടാ പൊന്നെ. ചതിച്ചടയെന്ന് എന്റെ 10 കൊല്ലം പോയടാ പൊന്നെ. ചതിച്ചടയെന്ന് കുടുക്കെ പൊട്ടിക്കൊണ്ടെന്നെ തേച്ചടാ പൊന്നെ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇവൻ രക്ഷിക്കൂ. ചെറുക്കാൻ നീ വായി തോന്നു വിളിച്ച് പറയുന്നത് കേട്ടാ. വെള്ളടിച്ച് പഠിപ്പിക്കുന്നത് ഞാനും വിട്ടുകൊടുത്തില്ല. സർവശക്തിയും സംഭരിച്ച് ഞാൻ ഓടി. ഞാൻ അത്രക്കാരൻ നെഹിഹേ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ശോഭരായന്റെ തനിനിറം എന്താണെന്ന് മനസ്സിലാക്കും. എന്റെ ഒരു ചെറുവിരൽ പോലും ഇല്ല കാറ്റും. ഫിലിപ്പിന്റെ പറി. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. പുതിയ മുഖം പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയാടാ നീ. 2 പിള്ളേരുടെ തന്തയായി നീ ഇവിടെ പെണ്ണാണല്ലേ? കോനത്തും മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്നാ പിന്നെ അച്ഛനും കുത്തലും ബോംബെറിഞ്ഞ് 4 ഇങ്ങോട്ട് കൊന്നാലാ? നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഇന്നിനെ എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ താഴെ പാറക്കുളത്തിലോ ചാനാപ്പുഴയിലോ കാണും. വീണ്ടും നിങ്ങളോ? ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. റെഡി ബോസ്, പ്ലീസ് കം. നിന്റെ കടച്ചക്കയും കൊണ്ട് ഞാൻ പോവും. എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ്. എവിടെ കാണുന്നില്ലല്ലോ? എവിടെ എവിടെ? പോട്ടെ, ശരി. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല ഏത് ബാറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ആഹാ, ഒളിച്ചിക്കല്ലേ? ഇറങ്ങി വാടാ തൊഴപ്പാ. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. I'm fast as fuck, boy.
നീ ബൈബിളിൽ ഉപദ്യാവിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. അതെ, കളിയാക്കിയതല്ല, ഞങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. നേരെ നിൽക്കാറാവുമ്പോ പറയണം, നമുക്കൊന്നുകൂടൊന്ന് മുട്ടണ്ടേ? വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു, ഇനി ചോദിക്കും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. നീ പറഞ്ഞ് മനസ്സിലാക്കും, ഞാൻ വക്കീലുമായിട്ട് വരാം. വേണ്ട, അതിപ്പോ ലാഭായല്ലോ. വണ്ടി പോവാണല്ലോ. അതാ നിക്ക് ഓടിക്കാൻ പോണത്. വണ്ടി എന്താ ആൾക്കാരാണ് എങ്ങനെ ഇപ്പൊ നിർത്തുക? അത് ആരോടാണ് പറയുന്നത്? അത് നിർത്തണമെങ്കിൽ ചങ്ങല വലിക്കണം. നമ്മുടെ ചങ്ങല എവിടെയാണ്? മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. A few moments later. Patience. Don't do anything stupid. ആരാ എന്റെ അളിയന്റെ ദേഹത്ത് കൈവച്ചത്? It was at this moment that he knew he fucked up. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കൂടാ, അങ്ങനെ എന്തിനാ ഇപ്പൊ ഇത്? ഈ അപ്പക്കുട്ടിന് ചോരയുണ്ട് മറത്തിട്ടില്ല, നിന്നെ ഞാൻ കൊല്ലൂടാ. ആരോ വരുന്നുണ്ട്. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. അവൻ ഇതിന്റെ ഉള്ളിൽ ദൂരിപ്പോയി. വിടരുത് അവനെ, ഫോളോ. இந்த துணுக்கப்பட்டி துறைச்சாமி யாருன்னு கேரளால வேணா தெரியாம இருக்கலாம், ஆனா தமிழ்நாட்டுல வந்து கேட்டு பாருங்க, அங்கேயும் தெரியாது. അല്ല പിന്നെ വേണ്ട വേണ്ട വിചാരിക്കുമ്പോ കളിക്കാൻ നീ അപ്പൊ പോവാലേ? സംഗതി കൊള്ളാം. ശാന്തമായ സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത് എന്നാത്ത ചാതനോ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആരാ എന്നെ പുറത്തിറക്കിയത്? ആരാ എനിക്ക് ജാമ്യം എടുത്തത്? ഞാൻ 3 നേരം ഉണ്ട് സുഖമായിട്ട് അകത്ത് കിടക്കുന്നത്. ആർക്കാരാ സഹിക്കാത്തത്? എനിക്കാണ് സഹിക്കാത്തത്. തിന്നാ തൂറ എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനിപ്പോ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ട്. തൊട്ടില്ല പാറോതി 12 ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോ. ഒന്നും മിണ്ടാതിരിക്കും, കോൺസെൻട്രേഷൻ പോണു. A few minutes later. സ്പീഡ് അല്പം കുറഞ്ഞോന്നൊരു സംശയം. നമുക്ക് പോവാടി ലോറി പെണ്ണെ. ഓടി ഓടി മൂത്രം ഒഴിച്ച മുറ്റുന്നു. നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. കിട്ടിപ്പോയി. ഓക്കേ, come on boss, follow me. ബോസിന്റെ തല മരക്കൊമ്പിൽ നിന്നും തട്ടരുത്, കളിമണ്ണ് താഴെ വീഴും. എന്തൊരു കിടപ്പാ ഇത്, കടൽക്കരയിൽ തിമിങ്ങനെ ചത്തു കിടക്കുന്ന പോലെ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്നോട് അനുവാദം ചോദിക്കുന്നു. ഇനി പൈക്ക് തുടങ്ങാം. ഞാനിപ്പോ വരാവേ. ചേടാ കള്ള പന്നി, ആളെ മൊക്കറാക്കി മുങ്ങാണല്ലേ? അടിച്ചാന്റെ സിൽവർ ഞാൻ ഇറക്കും.
എന്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയായേ. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. உனக்கு சுடவே தெரியல நீ ஊம்பு அப்படிங்கிறது. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. പോണേ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. ബാടാ എല്ലാരും ബാടാ, എല്ലാവർക്കും തരടാ. നിസ്സാരം 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 നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ. നിസ്സാരം ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് വെടിവെച്ച് നോക്കണ തെറ്റുകളെ. സാമ്പ്രദായിനി സുപ്പിനി സുഖപൂസനി. എന്നാ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്. പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കണം. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോടവൻ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. കൗതുക ലേശം കൂടുതൽ. ഈ നായിന്റെ മോനെ ഇനി ആ കൊന്നുകളയും. ജീവനി കൊതിയുള്ളവന്മാർ വല്ല കുണ്ടിലും പോയി ഒളിച്ചോട്ടാ. എന്നാ പിന്നെ ഇറങ്ങി ചാച്ചിട്ടാ. അക്രമം ഞാൻ ഓർക്കില്ല മാത്തൂട്ടിച്ചായ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല് ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ബീജമുട്